മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ കോടതിയിലേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എത്തിച്ചത്. അപ്പോൾ കോടതി ഇത് പരിശോധിച്ച് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന ധാരണയുടെ ഭാഗമായിട്ടായിരിക്കുമല്ലോ റിമാൻഡ് ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മൾ ഇപ്പോൾ ഒരു സിനിമാ നയം കേരളത്തിൽ കൊണ്ടുവന്നു, ക്യാബിനറ്റ് അംഗീകരിച്ചു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി സിനിമാ സെറ്റുകളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്യുമെൻ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിയമം വരാൻ പോവുക, അടുത്ത ഗവൺമെൻറ് അതിൻ്റെ നിയമനിർമ്മാണത്തിലേക്ക് കടക്കും. അപ്പോൾ പല സിനിമാ സെറ്റുകളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പല ഘട്ടങ്ങളിൽ പലരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ റിപ്പോർട്ടും അതേ തുടർന്ന് നമ്മൾ ഈ നിയമവും കൊണ്ടുവന്നത്, ഈ സിനിമാ നയവും കൊണ്ടുവന്നത്. അപ്പോൾ അത് ഇനി തുടരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഇതയോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സമൂഹം ആ കാര്യം ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശോധിച്ച് ഉചിതമായ നിയമ നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തടക്കം ഉന്നത പദവി വഹിച്ച ഒരാളാണ്. അയാളുടെ ഭാഗത്ത് നിന്ന് ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. സമാനമായിട്ടുള്ള പരാതി നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ട്. സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു, സിനിമാ നയം കൊണ്ടുവരുന്നു. അതൊക്കെ കൊണ്ടുവരുന്ന സമയത്താണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഒരാൾ ഈ രീതിയിൽ തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് കുടുങ്ങി അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇയാളെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അതൊക്കെ പിന്നെ ആ സംഭവം വന്നതിന് ശേഷം അത് ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ഒരാളിനെ എടുക്കുമ്പോൾ അതവരുടെ ആ രംഗത്തുള്ള കഴിവാണ് പരിശോധിക്കുന്നത്. മറ്റ് കഴിവുകൾ എന്താണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അപ്പോൾ സിനിമാ രംഗത്ത് അദ്ദേഹം ശ്രദ്ധേയമായ തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലും അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണല്ലോ ഞങ്ങൾ അദ്ദേഹത്തെ ചെയർമാനാക്കിയത്. അത് നന്നായി അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ഒരു വസ്തുതകൾ പറയുമ്പോൾ വസ്തുത പറയണം, നന്നായി ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതേ ഒഴിഞ്ഞു പോയി. വീണ്ടും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായ കാര്യം തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ ഏതെങ്കിലും മേഖല പ്രവർത്തിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ പോയി വെട്ടിൽ വീണാൽ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അതെല്ലാം ആ സ്ഥാപനത്തിൻ്റെ ചുവലിലേക്ക് വെക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തൊക്കെ പെട്ട ഒരുപാട് ആളുകൾ മതരംഗത്തൊക്കെ പെട്ട ധാരാളം ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ പോയി വീണിട്ടുണ്ടല്ലോ. അതിനെ ആ രൂപത്തിൽ വ്യക്തിപരമായി കണ്ടാൽ മതി. അതിനൊന്നും നമ്മുടെ പൊതു പിന്നെ ഭരണപരമായ കാര്യങ്ങളിലേക്ക് അതിനെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. ആദ്യം ഒരു ബംഗാളി നടിയായിരുന്നു പരാതിക്കാരി, പിന്നീട് ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിന്റെ അത്തരത്തിലുള്ളൊരു പരാതിയായിരുന്നു രണ്ടാമത് വരുന്നത്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നതുകൊണ്ടല്ലേ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം മുന്നിലുണ്ട്. ഇല്ല, ഒരിക്കലും സംരക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ആക്ഷേപം വന്നപ്പോൾ തന്നെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നിയമപരമായ നടപടികളെല്ലാം സ്വീകരിച്ചു. അത് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഒരു സംരക്ഷണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്നോ സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ശരിയായ നിലപാട് തന്നെയാണ് അന്നും ഏരിയയോടൊപ്പമുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. തുടർച്ചയായിട്ട് വരുമ്പോൾ ഇതൊരു തരം വൈകല്യമാണ് എന്ന് കരുതാൻ കഴിയുമോ? കാരണം തുടർച്ചയായിട്ട് സമാന സ്വഭാവമുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഒരു തരം വൈകല്യമാണോ ഇത്? അതൊക്കെ ഇപ്പോൾ നിങ്ങൾ വിലയിരുത്തുക. ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ തുടർച്ചയായി വരുന്ന ഒരു സംഭവം അതൊരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതൊരു മ്ലേച്ഛമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുക, ഏത് ഉന്നതനാന്തരം നിയമ നടപടി സ്വീകരിക്കുക, അതാണല്ലോ ഗവൺമെന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നത്. അത് ആരെവിടെ എങ്ങനെയെന്നുള്ള ചോദ്യം ഗവൺമെന്റ് മുമ്പിലില്ല. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു ആക്ഷേപം വന്നിരിക്കുന്നു, അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം തുടർന്നതിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നടപടിക്ക് വിധേയമാകട്ടെ. അത് സ്റ്റാൻഡ് തന്നെ സർക്കാർ. ആരുടെയും സംരക്ഷണം ആർക്കും ഉണ്ടാകത്തില്ല. ഏതെങ്കിലും ഒരു പരാതി വരുന്നു, അതിലൊരു നടപടി ഉണ്ടാകുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിനുശേഷം സിനിമ നയം വരുന്നു, കോൺക്ലേവ് വരുന്നു. പക്ഷേ അപ്പോഴും ഇത് തുടർക്കഥയാവുകയില്ല. അല്ല, നേരത്തെ ഉള്ള നയം വരുന്നതിന് മുമ്പ്, സിനിമാ കോൺക്ലേവ് നടത്തുന്നതിന് മുമ്പ് ഇത് കേരളത്തിൽ പല സ്ഥലത്തും പല സന്ദർഭങ്ങളിലും നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ മോശമായ രൂപത്തിൽ ഈ സിനിമാ സെറ്റുകളിൽ വരുന്ന വനിതാ സിനിമാ പ്രവർത്തകരോട് മോശമായി പെരുമാറി ധാരാളം കേസുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൂടിയാണ് നയം കൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
ആ കോൺക്ലേവും അതുമായി ബന്ധപ്പെട്ട ഇൻറ്റേർണൽ കമ്മിറ്റി എല്ലാം വന്നതിന് ശേഷം ഒട്ടേറെ ഉണ്ടായിരുന്ന ആക്ഷേപം കുറഞ്ഞു. വലിയ തരത്തിൽ ഇപ്പോൾ ഒരു ഇടപെടൽ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല നിലയിൽ തന്നെ സെറ്റിൽ സംവിധായകരും നിർമ്മാതാക്കളും ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇൻറ്റേർണൽ കമ്മിറ്റി പരാതി കൊടുക്കാം. പരാതി കൊടുത്താൽ മണിക്കൂറുകൾക്ക് നടപടിയെടുക്കും. ഇപ്പം തന്നെ ഇത് ഉദാഹരണമാണല്ലോ. ഒരു പരാതി ഒരു വനിത കൊടുത്തു കഴിഞ്ഞപ്പോൾ നിമിഷങ്ങൾക്കുള്ള നടപടിയായല്ലോ. ആ നടപടിയാണ് നയത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ നിയമനിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ സിനിമ മേഖലയിൽ സ്ത്രീക്ക് പുരുഷനും തുല്യമായ പരിഗണന ഉണ്ടാകും. ഒരു കാരണവശാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന നിലപാടല്ല. കടുത്ത നടപടിയിലേക്കായിരിക്കും ഗവൺമെന്റ്. ഇതിനകത്ത് ഇപ്പോൾ സംഭവം നടന്നു എന്ന് പറയുന്നത് ജനുവരി മാസമാണ്, അധികമായിട്ടില്ല. എന്നാൽ പോലും ഈ പറയുന്ന പ്രതി ജാമ്യാപേക്ഷയിൽ പറയുന്നത് പരാതി കൊടുക്കാൻ വൈകി, അതുപോലും അവർ മുതലെടുക്കുകയാണ്. ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഒരു സ്ത്രീ അതൊന്ന് ഓക്കെ ആയിട്ട് വരാൻ സമയമെടുക്കുന്നതിനെ പോലും ഈ സംഭവം നടന്ന് ഇത്രയും കഴിഞ്ഞ് വൈകിനെ മുതലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ജാമ്യാപേക്ഷയിൽ പറയുന്നത് ജനുവരിയിൽ നടന്നതാണ്, പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ളതാണ് ആ ചോദ്യം. സംഭവം നടന്നുവെന്ന് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അല്ല, എൻ്റെ കേസിൻ്റെ നാൾവഴികളെല്ലാം ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും നടപടി സ്വീകരിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സഹായകരമായ നിലപാടല്ലല്ലോ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. പോലീസ് അതായത് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പോലീസാണ് സ്വീകരിക്കേണ്ടത്. കോടതിയിലേക്ക് അത് വന്നു കഴിഞ്ഞു. കോടതി നിയമപരമായി നീങ്ങട്ടെ. എന്താണ് കോടതി അഭിപ്രായം കേട്ട ശേഷം കൂടുതൽ പറയുന്നതായിരിക്കും നല്ലത്. അല്ല, ഞങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ, പരാതി കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരെല്ലാം പരാതി കൊടുക്കാൻ പറ്റിയ ഒരു പോലീസ് സംവിധാനം കേരള ഗവൺമെൻറ് രൂപീകരിച്ചിരുന്നു. അവിടെയൊക്കെ ധാരാളം ആളുകൾ പരാതിയായിട്ട് വരികയും ചെയ്തു. ആ പരാതികൾ മുഴുവൻ അന്വേഷിക്കുകയും ചെയ്തു. ഇപ്പോഴും ഞാൻ പറയുന്നു, പരാതി കൊടുക്കാൻ ആരെങ്കിലും പരാതി കൊടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. പരാതി കൊടുത്തിട്ട് ഏതെങ്കിലും തരത്തിൽ പരാതി പിൻവലിച്ചുകൊണ്ട് പോവുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ബോൾഡായി നിലപാട് സ്വീകരിക്കുക. പക്ഷേ ആ പറയുന്ന കാര്യം വസ്തുതയായിരിക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരാളിനെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ളതാകരുത്. വസ്തുതയാണെങ്കിൽ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് അതിനകത്ത് വസ്തുതയുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണല്ലോ 3 പ്രധാനപ്പെട്ട വനിതാ പോലീസ് ഓഫീസേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു സംവിധാനം കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ആ സംവിധാനത്തിന് മുമ്പിലേക്ക് വരണം. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ആറ്റിറ്റ്യൂഡാണ്, കൃത്യമായ നടപടി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ മറ്റു തരത്തിൽ ഏതെങ്കിലും പ്രലോഭനങ്ങളുടെ ഭാഗമായിട്ടുള്ള പരാതിയാണെങ്കിൽ അത് പരിശോധിച്ച് മറ്റു തരത്തിലുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ ഇന്നലെ ഡിഗ്രിയുടെ റിപ്പോർട്ടറിനെ കോട്ടയത്ത് വെച്ച് കോൺഗ്രസ് നേതാക്കൾ ആക്രമിക്കുന്ന സാഹചര്യം. മിനിഞ്ഞാന്ന് ഇടുക്കിയിൽ വെച്ചിട്ട് ശശിധരൻ്റെ പരിപാടിയിൽ PCC പ്രസിഡന്റ് ഭിന്നശേഷിക്കാരനെ മർദ്ദിക്കുന്നൊരു സാഹചര്യം. ഇത്തരത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അക്രമ സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നു. ഇത് പുതിയ കാര്യമൊന്നുമില്ല. സജി ചെറിയാനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. രഞ്ജിത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രതികരണം അറിയിച്ചത്.